ഹലോ ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ പക്ഷേ എനിക്ക് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു തലവേദനയൊക്കെ ഉണ്ട്. രാവിലെ എണീറ്റപ്പോൾ എല്ലാം 2 ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ, തലവേദനയും ഒരു മേലും കൈയും വേദനയൊക്കെ. അപ്പോൾ അതിനൊരു പൊട്ട് ഗുളിക കുടിച്ചിട്ട് ഇത് ഞായറാഴ്ചയാണ് കുറച്ച് നേരം കിടക്കാൻ വിചാരിച്ചു. കുട്ടികൾ മദ്രസ പോയിട്ടുണ്ട്. അങ്ങനെ കിടന്ന് നീച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാതൊരു ഉഷാറായി. അപ്പോൾ വിചാരിച്ചു ഇനി 2 റൂം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വിചാരിച്ചു. അങ്ങനെ അതിനായിട്ട് നിൽക്കാൻ കേട്ടോ. ഈ റൂമുള്ളൂ കാര്യമായിട്ടുണ്ടാവുക, മറ്റേ റൂം മാറാലൊന്നും വല്ലാതെ ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. പിന്നെ പ്രാവശ്യം ഹരിതകർമ്മസേനക്കാർ പ്ലാസ്റ്റിക് അല്ലാതെ തുണികളൂടി എടുക്കുന്നുണ്ട് എന്നുള്ള ന്യൂസ് കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നങ്ങോട്ട് ചെയ്ത് വെച്ചാൽ നാളെ മുതൽ അവർ വന്നാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവർക്കുള്ളത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എത്ര ശരിയാക്കിയാലും നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഇത് വേണം അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് കുറേ മാറ്റി വെക്കാനുണ്ടാവും. ഒക്കെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊന്നും കൊടുക്കാനുണ്ടാവില്ല. നിങ്ങളവിടെയൊക്കെ എങ്ങനെ ഹരിതകർമ്മസേനക്കാരൊക്കെ എല്ലാതും കൊണ്ടുപോകുമോ? ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ ഉണങ്ങിയത് മാത്രമേ കൊണ്ടുപോകുള്ളൂ, നല്ലത് കൊണ്ടുപോകില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ഭ്രാന്താവുക. കാരണം ഇപ്പോൾ എല്ലാ ടൈമിലും നമുക്ക് എല്ലാതും ഉണക്കി കൊടുത്തോളാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ അല്ലേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കല്യാണ ആൽബം കണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഇൻ്റെയും കല്യാണ ഡ്രസ്സുണ്ട് കേട്ടോ. അനിയത്തിയുടെ കല്യാണ ഡ്രസ്സുണ്ട്, ഇതിൽ എൻ്റെ കല്യാണ ഡ്രസ്സുണ്ട് കേട്ടോ. എൻ്റെയാണ് ഈ ഓറഞ്ച് കളറുള്ളത്. മറ്റേ എത്തണില്ല. 2 സ്റ്റൂൾ കൂടി വെച്ച് നോക്കണോ? പപ്പയും മമ്മിയും മാറാലേക്ക് അങ്ങനെ തൊട്ടൽ കഴിഞ്ഞ് മോനാണ് കേട്ടോ ഫാനൊക്കെ തുടച്ചെന്നത്. പിന്നെ കട്ടിലൊന്നും തിരിച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തായിരിക്കും നല്ല മാറാലുണ്ടാവുക. അവിടെ നമ്മൾ വല്ലാതെ തട്ടാൻ പറ്റില്ലല്ലോ. തട്ടാൻ പറ്റായില്ല, നമ്മൾ തട്ടായിയാണ് ഇടക്കിടക്ക്. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ചാൽ കേട്ടോ. കഴുകി വിടണമൊന്നുമില്ല, തുടച്ചെടുക്കണുള്ളൂ. അലമാരയും കട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അവിടെ നന്നായി തുടച്ചെടുത്തു കേട്ടോ. 2-3 വട്ടം അങ്ങോട്ട് തുടച്ചെടുത്താൽ അവിടുത്തെ പണി കഴിഞ്ഞു. പിന്നെ തിരുമ്പാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ അയലിലിട്ടു. അങ്ങനെ ഈ റൂം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബെഡ് ഇതുമ്പോൾ തന്നെ കൊടുന്നിട്ടു. ഇനി അടുത്ത റൂമിലേക്ക് നിൽക്കാൻ വിചാരിച്ചു. അത് പക്ഷേ കുറച്ച് വലിയ ബെഡായ കാരണം കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് എടുത്ത് വെക്കാനൊക്കെ. എന്നാലും കുഴപ്പമില്ല. ഈ തൂങ്ങിക്കിടക്കണത് തൊട്ടിയാണ് കേട്ടോ. കുട്ടികളെ കിടത്തൂലേ, എല്ലായിടത്തും എന്താ പറയാന്ന് എനിക്കറിയില്ല. പിന്നെ അപ്പോൾ ഇത് അനിയത്തിൻ്റെ മക്കൾസൊക്കെ വരുമ്പോൾ അവർ കിടക്കണതാണ്. അപ്പോൾ അതൊന്ന് ഊരിയിട്ട് അതും കഴുകാൻ വിചാരിച്ചു. അങ്ങനെ മാറാലാട്ടലൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ മോനെന്നെ വിളിച്ചു, അത് ഫാനൊന്ന് തുടച്ച് തരണമെങ്കിൽ അവനെന്നെ വേണം കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുമെങ്കിലും അങ്ങനെ ഏകദേശം 2 റൂമും ഫുള്ള് കഴിഞ്ഞു കേട്ടോ.
ക്ലീനാക്കൽ മാത്രം പോരല്ലോ, ഫുഡും കഴിക്കണമല്ലോ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കൂടി നടക്കേണ്ട അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ നോക്കുമ്പോണ്ട് ഹാളിൽ ദിവാങ്കോട്ടിൻ്റെ താഴെ ഒരു പൂച്ച വന്ന് കിടക്കുന്നുണ്ട്. അവിടുത്തെ വളർത്തു പൂച്ചനെ ഒഴിവാക്കിയത് തോന്നുന്നുണ്ട്. അത് ഒന്നും ചെയ്യണില്ല, അതവിടെ ഇങ്ങനെ കിടക്കുക. പിന്നെ അതിന് ഞങ്ങൾ അവസാനം അങ്ങനെ വടിയണ്ടൊക്കെ എടുത്ത് ഇതാക്കി പുറത്തേക്ക് തള്ളിയിട്ടുണ്ടോ. എനിക്ക് പേടിയാണ് പൂച്ചനെ. പിന്നെ ഭക്ഷണം കഴിക്കേണ്ട മുന്നേ ആയിട്ട് ഞാൻ പുറത്തുള്ള ജനൽ കൂടി ഒന്ന് തുടക്കാൻ വിചാരിച്ചു. മാറാലൊക്കെ തട്ടിയിട്ട് അവിടെയുള്ള ജനലുകളും കൂടി ഒന്ന് തുടച്ചിട്ടു കേട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി എണീറ്റ് ഇതൊരു 3:30 ആയ ടൈമിലാണ്. പിന്നെ കർട്ടനുകളൊക്കെ എല്ലാ ജനലിലും ഇട്ടു. കർട്ടനുകൾ ആദ്യം തിരുമ്പി വെച്ചിരുന്നു, അതുകൊണ്ട് ക്ലീനാക്കി ഉടനെ തന്നെ ഇടാൻ പറ്റി. പിന്നെ ഉള്ളതുകൾ തുണികൾ മടക്കി വെക്കലും ബെഡ്ഷീറ്റ് വിരിച്ചിടലുമാണ് കേട്ടോ. അതും കൂടി കൈയോടെ കഴിച്ചു. ആഹാ, എന്താ നീറ്റിയില്ലേ. ഒരു ദിവസം ഉണ്ടാവും, ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ബെഡ്ഷീറ്റ് അങ്ങനെ ഉണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ മുറ്റത്ത് കുറച്ച് പണികളുണ്ടായിരുന്നു, കുറച്ച് ചെടിച്ചട്ടികൾ ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ടായതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. പിന്നെ ഈ ബൊഗെയിൻവില്ലയുടെ കൊഴിയാനായ പൂവുകൾ ഉണ്ടാവുമല്ലോ, അതിങ്ങനെ വെട്ടി കൊടുക്കാമെന്ന് ഞാനൊരു യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി ചെയ്തു കൊടുത്തു. പിന്നെ അതൊക്കെ നനച്ചു. പിന്നെ കുറച്ച് വിറക് എന്ന് പറയാനല്ല, 2 ചകിരി പടക്കണത്തണ്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ നനച്ചുള്ളി പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, ആകെ 30-35 വ്യൂസൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കമൻറ്റ് എന്തെങ്കിലും ഇട്ടൂടെ. എനിക്ക് വായിക്കാൻ അറിയില്ലായിട്ടാണോ? എനിക്ക് വായിക്കാനൊക്കെ അറിയും കേട്ടോ.